നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ടി ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പറ്റ കുടുങ്ങിയ ലക്ഷണം കാണാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സുനിതാ ദേവദാസിനെ കൊണ്ട് ഭയങ്കര പ്രശ്നമായി. കാരണം എന്ന് പറഞ്ഞാൽ, മുപ്പത്തിയേറ് ഒരു നടക്കും വിടൂല. ഉദാഹരണത്തിന് തട്ടിട്ടുകൊണ്ടുള്ള ഫോട്ടോ ആണ് മൊബൈലിലൊക്കെ, അതുപോലെ പല കണ്ടൻറ്റുകളിലും അതുപോലെ ചെയ്യുന്ന വീഡിയോകളിലും മുഴുവനും സുനിത ദേവദാസിൻ്റെ മറ്റു വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് നേരെ കൈ ചൂണ്ടി എന്ന് പറഞ്ഞിട്ടാണ് അവർ രംഗത്തിൽ വന്നിരിക്കുന്നത്. നല്ല വീഡിയോസ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ ഈ കോളേജിൽ നിന്ന് ഈ പെൺകുട്ടിയെ ഇറക്കി വിട്ടില്ല, അതിനെ പറ്റിയിട്ട് നല്ല ചൂട്ട മറുപടിയാണ് മുപ്പത്തിന്നിരിക്കുന്നത്. ഇത് എന്തായാലും ശരി, ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും വളരെ ലൈക്ക് അടിക്കുകയും അതുപോലെ നല്ല സബ്സ്ക്രൈബേഴ്സിന് കിട്ടുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നല്ല നല്ല കണ്ടൻറ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു നല്ലൊരു മാറ്റർ തന്നെയാണ് അത്. ഈ പെൺകുട്ടിയെ ഞാൻ ഇന്നാൾ പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 14, 19, 21 പ്രകാരം ഇന്ത്യൻ നിയമപ്രകാരം സ്കൂളിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല. അത് നിങ്ങൾ തട്ടിട്ട് വന്ന പെൺകുട്ടിയെ എന്തിന് നിങ്ങൾ കുറ്റം പറഞ്ഞു എന്നാണ് സുനിത ദേവദാസ് ചോദിച്ചത്. വളരെ നല്ല ചോദ്യമാണത്. മറുപടി കിട്ടിയില്ല. മനസ്സിലായില്ലേ? അവർക്ക് തട്ടണം, നമുക്ക് തട്ടിടാൻ പാടില്ല. അതവരുടെ മതാചാര പ്രകാരമുള്ള. അപ്പോൾ ഇത് മതാചാര പ്രകാരമുള്ളതല്ല. അപ്പോൾ ആരെ ബോധിപ്പിക്കാനാണ് ഇതെന്നാണ് സുനിത ദേവദാസ് ചോദിച്ചത്. കാരണം സുനിത ദേവദാസ് ഒരു ഹിന്ദുവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണോ നിങ്ങളിത് പറയുന്നത്? എന്താ അതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ? അത് നിയമം അനുവദിക്കുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അതിൽ തെറ്റുകളൊന്നും തന്നെ ഇല്ല. പലരും അതിനെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. പക്ഷെ അതിൽ ഞാനൊരു തെറ്റും കണ്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടികൾ എന്തിനാണ് തട്ടിടുന്നത്? അവരുടെ അമർ ബോധ്യപ്പെടാതിരിക്കുക. ഈ അമർ ബോധ്യപ്പെടുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ പെൺകുട്ടികളെ കാണുന്ന പുരുഷന്മാരിൽ അവരിൽ വികാരം ഉണരാൻ കാരണമാകുന്നു എന്നുള്ളതാണ് റസൂൽ പറയാൻ കാരണം. ഇപ്പോൾ ഇറുകിയ വസ്ത്രം ധരിച്ചിട്ട് നടക്കുന്ന ആളുകളുണ്ട്. ഇറുകിയ വസ്ത്രം ധരിച്ചിട്ട് നടക്കുമ്പോൾ അവരുടെ സുരക്ഷയാണ് അത് പ്രശ്നമാക്കുന്നത് എന്നതുകൊണ്ടാണ് നിങ്ങളെ ശരീരം മറക്കുക, തട്ടം മറക്കുക എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായില്ലേ? അല്ലാതെ അതൊരു വർഗീയപരമായിട്ടുള്ള സംസാരമോ അല്ലെങ്കിൽ ആവശ്യകതയോ അല്ല. അപ്പം അങ്ങനെ നടക്കുന്നൊരു മുസ്ലിം ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിയേക്ക് തട്ടിടുകയും സ്കൂളിൽ തട്ടിടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു വിഷയമുള്ള കാര്യമാണ്. അപ്പോൾ അത് സ്ത്രീകളുടെ ഇടയിലല്ലേ പറഞ്ഞാൽ, എന്തിനാ അങ്ങനെ നിർബന്ധം പിടിപ്പിക്കുന്നു? ഓരോരുത്തർ സ്വതന്ത്രമായിട്ട് ചെയ്യാനുള്ള അധികാരം ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ നിയമം അതിനെ ഇത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പിന്തുടരുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഇതൊന്നും അറിയാത്ത പോലെ പെരുമാറുന്ന സ്കൂൾ അധികൃതർ. അപ്പോൾ ആ മേഡത്തിനെ നമ്മുടെ സുനിത ദേവദാസ് കരിവാരി തേച്ചു, പിന്നെ വാഴ്ത്തി പറഞ്ഞില്ല. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? സുനിത ദേവദാസ് എന്ന് പറയുന്നത് ഹിന്ദു അല്ലേ, പിന്നെ ഇതിനത് വാഴ്ത്തി പറയുന്നത്? വാഴ്ത്തിയിട്ട് നിങ്ങൾ പാടിക്കോളൂ, നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? നിങ്ങൾ വാഴ്ത്തുകയോ വാഴ്ത്തിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നടപ്പാകുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറയാമെന്നാണ് അവൾ പറഞ്ഞത്. അതിൽ യാതൊരു തെറ്റുമില്ല. സുനിത ദേവദാസ് എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അവർ ആരെയും അവഹേളിക്കാൻ വേണ്ടിയല്ല, സ്ത്രീത്വത്തെ മാനിക്കാതെ സംസാരിച്ചതിന് എതിരെ സംസാരിച്ചു. ഇപ്പോൾ ഫെമിനിസം എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. അതിലെന്ത് ഫെമിനിസം ഉള്ളത്? ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്ത്? പുരുഷ മേധാവിത്വം, സ്ത്രീകൾക്കെതിരെ ശബ്ദിക്കുക എന്നുള്ളതാണ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ എതിർക്കുകയാണ് ഫെമിനിസം ചെയ്യുന്നത്. ആ പടത്തിൽ യാതൊരുവിധ ഫെമിനിസവുമില്ല. ഫെമിനിസത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരുവിധ പരിപാടിയും അതിലില്ല. അതിൽ വർഗീയപരമായിട്ട് സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ വർഗീയപരമായിട്ട് യാതൊരു സംസാരവും സുനിത ദേവദാസ് നടത്തിയില്ല എന്നുള്ളത് നമ്മൾ ആ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ സുനിത ദേവദാസ് തട്ടം മറിച്ചു, തല മറിച്ചു കാണിച്ചു. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ആ വീഡിയോ നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഇതുവരെ കണ്ടതിന് നന്ദി. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സുനിത ദേവദാസിനെ പോലെ ഉറക്കെ ശബ്ദിക്കുന്ന കുട്ടികളെ നമുക്ക് ആവശ്യമുണ്ട്.
അപ്പോൾ നന്ദി, നമസ്കാരം. ഞാനതിനെ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം വീണ്ടും പറയുന്നു.